إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما كان استغفار إبراهيم لأبيه إلا عن موعدة وعدها إياه فلما تبين له أنه عدو لله وتبرأ منه സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ചരിത്രം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രവാചകത്വത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി തെരഞ്ഞെടുത്തപ്പോൾ സത്യത്തിൻ്റെ മാർഗവും സ്വർഗത്തിൻ്റെ മാർഗവും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനസ്സിലാക്കിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ട്. താൻ വിശ്വസിക്കുന്ന ആദർശം, താൻ ആഗ്രഹിക്കുന്ന സ്വർഗം, അത് എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബത്തിനും അത് ലഭിക്കണമെന്ന ഉത്കടമായ ആഗ്രഹമാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഇങ്ങനെ പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഇത് ഖാല ലി അബീഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ്, യാ അബതി, എന്റെ പൊന്നുവാപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. കാണുകയോ കേൾക്കുകയോ നിങ്ങൾക്കൊരു ഉപകാരം പോലും ചെയ്യാത്തതിനെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? തന്റെ പിതാവ് ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളുടെ നിരർത്ഥകത മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ടോ വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്നത്, യാ അബത്തി,
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 4 സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് സംസാരിക്കുന്നത് പറയുന്നുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രയോഗിച്ച പ്രയോഗം എന്താ അറിയോ? യാ അബത്തി, എന്റെ പൊന്നുവാപ്പ. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ എതിർപക്ഷത്താണെങ്കിൽ പോലും, ആദർശരംഗത്ത് നമ്മുടെ എതിർഭാഗത്താണെങ്കിൽ പോലും അവരോട് സംസാരിക്കേണ്ട രീതി മാന്യമായിരിക്കണം, അവരെ അഭിസംബോധന ചെയ്യേണ്ട രീതി എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. 4 പ്രാവശ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് യാ അബത്തി, എന്റെ പൊന്നുവാപ്പ, എന്റെ പൊന്നുവാപ്പ, എന്റെ പൊന്നുവാപ്പ. ദഅവത്തിന്റെ രംഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രബോധനത്തിൽ നമ്മുടെ പ്രബോധിതർക്ക് വിഷമമുണ്ടാക്കുന്ന രൂപത്തിലല്ല നമ്മൾ സംസാരിക്കേണ്ടത്. ആക്രോശിക്കുന്ന വാക്കുകളല്ല, മനസ്സ് കീറി മുറിക്കുന്ന വാക്കുകളല്ല നമ്മൾ പറയേണ്ടത്. വഖൂലൂ ലഹു ഖൗലൻ ലയ്യിന, നല്ല ലയ്യനായ വാക്കുകളെ കൊണ്ട് അവരോട് സംസാരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് പഠിപ്പിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഏറ്റവും അനിവാര്യം, തൊണ്ട് കുടുംബത്തോട് ദഅവത്ത് നടത്തുമ്പോൾ അത് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാൻ, ഇന്നീ ഖദ് ജാഅനി മിനൽ ഇൽം, വാപ്പ നിങ്ങൾക്കൊന്നും വരാത്തൊരു ഇൽമ എനിക്ക് വന്നിട്ടുണ്ട്, ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫത്തബിഅനി, അതുകൊണ്ട് വാപ്പ നിങ്ങൾ എന്നെ പിൻപറ്റണം. അഹ്ദിക സിറാത്തൻ സവിയ, ഞാൻ നിങ്ങളെ ഏറ്റവും ശരിയായ ചൊവ്വായ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കാമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് വളരെ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത വാക്കുകളെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് ദഅവത്ത് നടത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതീക്ഷിച്ച ചില മറുപടികളുണ്ട്, സ്നേഹത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ്. പക്ഷേ അതല്ല ഉണ്ടായത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചത് ഇങ്ങനെയാണ്, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി, എന്റെ ഇലാഹിനെ നീ വെറുക്കുകയാണോ? ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നീ വെറുക്കുകയാണോ? നീ ചീത്ത പറയുകയാണോ? നീ പരിഹസിക്കുകയാണോ യാ ഇബ്രാഹിം? എന്നിട്ട് പറയുന്നു, ലഇല്ലം തൻതഹി, നീ പണി നിർത്തിയിട്ടില്ലെങ്കിൽ, എന്റെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയുന്ന, പരിഹസിക്കുന്ന, അപഹസിക്കുന്ന ഈ പണി നീ നിർത്തിയിട്ടില്ല എങ്കിൽ ലഅർജുമന്നക്, ഞാൻ നിന്നെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. വഹ്ജുർനി മലിയ, അതുകൊണ്ട് എന്നെ വിട്ടേച്ച് നീ പോയിക്കോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വാപ്പ പറയാണ്. ഉപദേശം സ്വീകരിക്കുന്നത് പോകട്ടെ, ചിന്തിക്കാൻ പോലും പിതാവ് തയ്യാറായില്ല. മകന് കനത്ത താക്കീതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് നൽകുന്നത്. അവിടെയും അതിശക്തമായ പ്രതികരണം ഉണ്ടായിരുന്നിട്ട് പോലും വാപ്പാനോട് വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന വാക്കെന്തറിയോ? ഇതെല്ലാം മക്കളും പഠിക്കേണ്ടതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തത്, നമ്മൾ ആഗ്രഹിക്കുന്നത് വാപ്പ വാങ്ങിത്തരാതിരിക്കുമ്പോൾ വാപ്പാനോട് ചവിട്ടിയത് സംസാരിക്കുന്ന മക്കൾ പഠിക്കേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത വാക്കെന്തറിയോ? വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, ഇനി ഇത് പറഞ്ഞിവിടെ നിൽക്കണ, വീട്ടിൽ നിന്ന് എറിഞ്ഞ് ഞാൻ ഓടിക്കും എന്ന് പറഞ്ഞ വാപ്പാനോട് അടുത്ത വാചകം എന്താ അറിയോ? ഇബ്രാഹിം നബീന്റെ നമ്മൾ പഠിക്കേണ്ട ഒരു വാചകം, സലാമുൻ അലൈക്, വാപ്പ നിങ്ങൾക്ക് സമാധാനം. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാമിന്റെ ആദർശം. സലാമുൻ അലൈക്, വാപ്പ നിങ്ങൾക്ക് സമാധാനം. സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ, ഞാൻ നിങ്ങൾക്ക് എന്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളാം. എന്റെ റബ്ബ് എന്നോട് വളരെ കനിവുള്ളവനാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ വാചകത്തെ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മുഫസ്സിരിങ്ങൾ പറയാണ്, ഐ ലാ യസിലുക മിന്നി മക്റൂഹുൻ വലാ യനാലുക മിന്നി അദാ. വാപ്പ, എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാവൂല, എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഇനി ഉണ്ടാവൂല. ഞാൻ മാറി നിന്നോളാം, ഞാൻ നിങ്ങളെ ഭാഗത്ത് നിന്ന് ഞാൻ വിട്ട് ഞാൻ പോയിക്കോളാം, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല. എത്ര മനോഹരാണ്! തന്റെ ആദർശത്തിന്റെ എതിർചേരിയിലാണ് തന്റെ പിതാവെന്ന് അറിഞ്ഞിട്ടും ആ പിതാവിനോട് ദഅവത്ത് നടത്തി, ആ പിതാവ് എതിർത്ത് സംസാരിച്ചു, ശകാരിച്ചു, എറിഞ്ഞാട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും സ്നേഹസമർണമായ വാചകങ്ങളെ കൊണ്ട് വീണ്ടും അഭിസംബോധന ചെയ്ത ചരിത്രമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം. ഇന്നത്തെ മക്കളോട് ഞാൻ ഇന്ന സാധനമൊന്നും വാങ്ങിത്തരൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ പ്രതികരണം എന്താണ്? അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിന് വേണ്ടി പൊറുക്കലിനെ തേടാമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തി കൊടുക്കണം. എന്താ തിരുത്തി കൊടുക്കുന്നതെന്നറിയോ? വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലി അബി ഇല്ലാ അൻ മൗഇദത്തിൻ ബഅദഹാ ഇയ്യാ. വാപ്പാനോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? വാപ്പ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാം എന്ന് വാപ്പാനോട് നടത്തിയൊരു വാഗ്ദാനത്തിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തത്? വാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, മുശ്രിക്കായ വാപ്പക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ അത് പടച്ചോൻ സ്വീകരിക്കൂല. ഫലമ്മ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ്, തന്റെ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? എന്റെ വാപ്പ പിശാചിന്റെ കൂട്ടാളിയും അള്ളാഹുവിന്റെ ശത്രുവുമാണെന്ന് ബോധ്യപ്പെട്ട സമയം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിന് വേണ്ടി നടത്തിയ പ്രാർത്ഥന അവിടെ നിർത്തി. നിങ്ങളൊന്ന് ആലോചിച്ചോ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് ഞങ്ങളെ വാപ്പാക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവര് തൗഹീദുള്ളവരല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അവർക്ക് കിട്ടൂല. നമ്മൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ അത് അവർക്ക് കിട്ടൂല. ഇതെങ്ങനെയാ മനസ്സിലാക്കി കൊടുക്കുക? ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യൽഖാ ഇബ്രാഹിം അബാഹു ആസറ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനെ കണ്ടുമുട്ടുന്ന രംഗം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വഅലാ വജ്ഹിഹി ആസറ ഖത്റതൻ വഅബ്റതൻ. പരലോകത്ത് ചെന്നപ്പോ വാപ്പാനെ കണ്ടു, മുഖം മുഴുവനും പൊടി പുരണ്ട് ചളി പുരണ്ട് നിൽക്കുന്ന രൂപത്തിലാണ് വാപ്പാനെ കണ്ടത്. വാപ്പാനെ കണ്ടപ്പോ മകൻ വാപ്പാനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നറിയോ? അലം അഖുല്ലക ലാ തഅസ്വിനി, വാപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ ധിക്കരിക്കരുത്? വാപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ ധിക്കരിക്കരുതെന്ന്? വാപ്പ അവിടെ വെച്ചിട്ട് പറയാണ്, ഫല്യൗമ ലാ ഉഅസീക്, മോനെ ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ നിന്നെ ധിക്കരിക്കൂല, ഇനി ഞാൻ നിന്നെ ധിക്കരിക്കൂല എന്ന് പറഞ്ഞു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പറയാൻ, യാ റബ്ബി ഇന്നക വഅദ്തനി അല്ലാ തുഹ്സിയനി യൗമ യുബ്അസൂൻ, അല്ലാഹുവേ നീ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഖിയാമത്ത് നാളിൽ ഒരിക്കലും എന്നെ വേദനിപ്പിക്കുകയില്ല, സങ്കടപ്പെടുത്തുകയില്ല എന്ന് നീ എന്നോട് വാഗ്ദാനം ചെയ്തില്ലേ? അതുകൊണ്ട് ഫഅയ്യു ഹിസിൻ അഹ്സാമിൻ അബിൽ അബ്അദ്, എന്റെ വാപ്പ നരകത്തിലാകുന്നതിനേക്കാളും വലിയൊരു സങ്കടം എന്റെ ജീവിതത്തിൽ വേറില്ല. അതുകൊണ്ട് എന്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ നടത്തുന്ന വക്കാലത്ത്, ഞാൻ നടത്തുന്ന പ്രാർത്ഥന, ഞാൻ നടത്തുന്ന ഇസ്തിഗ്ഫാർ ഒന്ന് സ്വീകരിക്കണം പടച്ചോനെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നരകത്തിൽ പോകാൻ നിൽക്കുന്ന പ്രിയപ്പെട്ട വാപ്പാനെ നോക്കിയിട്ട് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. സുമ്മ യുഖാലു യാ ഇബ്രാഹിം, എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മാ തഹ്ത റിജ്ലൈക്, ഇബ്രാഹിം താങ്കളുടെ കാലിനടിയിലേക്ക് താങ്കൾ ഒന്ന് നോക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാലിനടിയിലേക്കൊന്ന് നോക്കിയപ്പോൾ ഫഇദാ ഹുവ ബിദീഹിൻ മുതലത്തിഹിൻ, ഒരു ചളിയിൽ ജീവിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു വികൃതമായ ജീവിയുടെ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനെ കാണാൻ. ഫയൂഖദു ബിഖവാഇമിഹി, അവരുടെ കാല് പിടിച്ചിട്ട് ഫയുൽഖാ ഫിന്നാർ, നരകത്തിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയാൻ. സ്വന്തം പിതാവ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗം കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സങ്ങട് പതറി. പടച്ചോനോട് പറഞ്ഞു നോക്കി രക്ഷപ്പെടുത്തും. പടച്ചോൻ പറഞ്ഞു, കാഫിരീങ്ങളെ സ്വർഗത്ത് പ്രവേശിപ്പിക്കൂല, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തൂല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്നെങ്കിലും നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട് ഈ ആദർശം പറഞ്ഞു കൊടുക്കാൻ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ നന്മകൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് ഗൗരവതലത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. നമ്മൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ, കുടുംബനാഥൻ എന്ന നിലയിൽ നമ്മുടെ ഭാര്യയെയും നമ്മുടെ മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മാതാവിനോട് ദഅവത്ത് നടത്തുകയാണ്, പ്രിയപ്പെട്ട ഉമ്മയോട് ദീന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു നിലക്കും ഉമ്മ കേൾക്കുന്നില്ല. ഉമ്മ
ദീന് പറയുന്ന സമയത്തെല്ലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാൻ പാടില്ലാത്തത് ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ ഉമ്മയെ ഒരുപാട് ഇസ്ലാമിലേക്ക് വിളിച്ചു, നന്മകൾ പറഞ്ഞു കൊടുത്തു. ആ സമയത്തെല്ലാം നിങ്ങളെപ്പറ്റി ഞാൻ കേൾക്കാൻ പറ്റാത്തത് എന്റെ ഉമ്മ പറയാണ്. ഞാൻ എന്താണ് പ്രവാചകരെ ചെയ്യേണ്ടത്? അതുകൊണ്ട് പ്രവാചകരെ, അല്ലാഹുമ്മ ഹദി ഉമ്മ അബീ ഹുറൈറ, എന്റെ ഉമ്മക്ക് വേണ്ടി ഹിദായത്ത് കിട്ടാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തിലേക്ക് കൈകളുയർത്തി അല്ലാഹുമ്മ ഹദി അബീ ഹുറൈറ, അബൂ ഹുറൈറാന്റെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ എന്നങ്ങോട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. വളരെ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് വന്നു. വീടിന്റെ വാതിൽക്കലെത്തിയപ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വരികയാണ്, മോനെ അവിടെ തന്നെ നിൽക്ക്. വെള്ളത്തിന്റെ കലകല ശബ്ദം കേൾക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ വാതിൽ തുറന്നു. വാതിൽ തുറന്നിട്ട് മകനെ കണ്ട ഉടനെ തന്നെ അബൂ ഹുറൈറയുടെ ഉമ്മ പറഞ്ഞു, യാ അബാ ഹുറൈറ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവിടുന്ന് മടങ്ങിപ്പോയി എന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക്, അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം എന്റെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട മാതാവ് മുസ്ലിമാവുക എന്നതിനേക്കാളും എനിക്ക് സന്തോഷം നൽകുന്ന വേറെ ഒന്നുമില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്. പുതിയ തലമുറ എന്ന് പറയുന്നത് 9 മണിക്കൂറും 8 മണിക്കൂറും സ്ക്രീനിന്റെ മുമ്പിലാണ്. സ്ക്രീൻ എന്താണ് നമ്മുടെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് മതം, എന്തിനാണ് ദീന്, എന്തിനാണ് നിസ്കാരം, എന്തിനാണ് ഈ ഒരു നിയന്ത്രണത്തിന്റെ കീഴിൽ എല്ലാം നിയന്ത്രിക്കുന്നു, ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഈ മതത്തിന്റെ അനുയായികളാകുന്നത് എന്തിനാണ്? 6-ാം നൂറ്റാണ്ടിലെ പരിഷ്കൃതമായ അപരിഷ്കൃത സമൂഹത്തിന്റെ വേഷങ്ങളും സംവിധാനങ്ങളും മതചിഹ്നങ്ങളും മാത്രമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ എത്തിസ്റ്റുകളാക്കി മാറ്റാൻ, ലിബറൽ കമ്മ്യൂണിസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ പരിശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇടക്കൊക്കെ മക്കളൊന്ന് ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കണം, മോനെ, ആരാണ് പടച്ചോന്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, പ്രവാചകരെ, എന്റെ അടിമ സ്ത്രീയെ ഞാന് അറിയാതെ എന്ത് ചെയ്തു, ഒരാടിനെ നഷ്ടപ്പെട്ടു പോയപ്പോ അതിന്റെ സങ്കടത്തിൽ ഞാൻ എന്ത് ചെയ്തു, എന്റെ അടിമ സ്ത്രീയെ ഞാൻ അടിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് പ്രവാചകരെ, അതുകൊണ്ട് ഞാൻ അവരെ മോചിപ്പിക്കട്ടെ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവര് മുസ്ലിമാണോ അല്ലേ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവരെ മോചിപ്പിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഇസ്ലാമിനെതിരെ അവർ പ്രവർത്തിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, അവരെ വിളിപ്പിച്ചു. അടിമ സ്ത്രീയെ വിളിപ്പിച്ചപ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്ന 2 ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? ഐനല്ലാ, അല്ല എവിടെയാണ്? അവര് പറഞ്ഞു, അല്ലാഹു ഫിസ്സമാ, അല്ലാഹ് ആകാശത്താണ്. രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? മൻ അന, ഞാൻ ആരാണ്? അവര് പറഞ്ഞു, അൻത റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅതികി ഫഇന്നഹാ മുഅ്മിന, അവരെ മോചിപ്പിച്ച അവരെ മുഅ്മിനത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട് അല്ലാഹു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ് എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന ഉത്തരമാണോ നമ്മുടെ മക്കളിൽ നമുക്ക് കിട്ടുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ ദീന് പഠിപ്പിക്കണ്ടേ? ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട 3 കാര്യങ്ങളാണ്. ആരാണ് റബ്ബ്, ആരാണ് നബി, ആരാണ് ദീൻ, എന്താണ് ദീൻ? ഇസ്ലാമിന്റെ അടിസ്ഥാന ബാലപാഠങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ഇതല്ലാത്തൊരു പരിഹാരം, ഇതല്ലാത്തൊരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നമ്മുടെ മുമ്പിലില്ല എന്നുള്ള കൃത്യമായ തിരിച്ചറിവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ, അവരൊക്കെയും തങ്ങളുടെ കുടുംബത്തെ കൂടെ ആദർശരംഗത്ത് കൊണ്ടുവരുന്നതിൽ അവര് കാണിച്ച ത്യാഗം, അവര് കാണിച്ച ശ്രദ്ധ, അവര് കാണിച്ച സൂക്ഷ്മത, അവര് കാണിച്ച ജാഗ്രത, അത് എത്രത്തോളം ഉണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. ഇന്ന നബിയല്ലാഹി നൂഹൻ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ലമ്മ ഹളറതുഹുൽ വഫാത്ത്, മരണാസന്നനായി നിൽക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ട് പറയാൻ, എന്താ പറയുന്നറിയോ? ഇന്നി കാസുൻ അലൈക്കൽ വസിയ, മക്കളെ, ഞാൻ നിങ്ങൾക്കൊരു വസിയത്ത് തരാം. എന്താ വസിയത്ത്? ആമുറുക ബി ഇസ്നതൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ, ആമുറുക,
ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അല്ലാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന അതിശക്തമായ വചനമാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഏകനായ സർവാധിനാഥനായ റബ്ബിനെ വിട്ട് ഒരു ഇബാദത്തും നിങ്ങളൊരു സൃഷ്ടികൾക്കും വകവെച്ചു കൊടുക്കരുത്. അള്ളാഹുവിനെ പോലെ കാണാനും കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും കഴിവുള്ള ഒരാളും ലോകത്തില്ല, അവൻ മാത്രമേ ഉള്ളൂ എന്ന കൃത്യമായ വിശ്വാസം നിങ്ങളുടെ ഹൃത്തടങ്ങളിൽ ഉണ്ടാകണം. രണ്ടാമത് പറഞ്ഞു കൊടുത്തത് വസുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന കലിമത്ത് നിങ്ങൾ ചൊല്ലണം. ഫഇന്നഹാ സ്വലാത്തു കുല്ലി ഷൈഇൻ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും നമസ്കാരം പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന് പറയുന്ന കലിമത്ത്. മാത്രമല്ല വബിഹാ യുർസഖു കുല്ലി ഷൈഇൻ, അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും പടച്ചോൻ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വഅൻഹാക്, ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നത് അനിശ്ശിർക്ക്, ഷിർക്കിനെയാണ്, വൽ കിബ്ർ, അഹങ്കാരത്തെയുമാണ് എന്ന്. നൂഹ് നബി അലൈഹിസ്സലാം മരിക്കുന്ന ഘട്ടത്തിൽ തങ്ങളുടെ മക്കൾ നരകത്തിലെത്താൻ കാരണമായി തീരുന്ന എല്ലാ വഴികളിൽ നിന്നും മാർഗങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താനുള്ള വസിയത്ത്, ഉപദേശം അവർക്ക് കുടുംബത്തിന് കൊടുക്കുന്നു. ഇങ്ങനത്തെ ഒരു വസിയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നന്മയുടെ മാർഗത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയതിന ഖുറത അയുൻ. അള്ളാഹുവേ, എന്റെ ഭാര്യയിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്ന് എനിക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമെന്നാണ്. എന്താ ഈ കൺകുളിർമ? ദീനിന്റെ വിഷയത്തിൽ എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ കൂടെയുണ്ട് എന്ന കൺകുളിർമ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പള്ളിയിൽ പോകാൻ പറ്റാത്തൊരു ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ആരാ നിസ്കരിക്കുന്നത്? വാപ്പ നിസ്കരിക്കുന്നുണ്ട്. കൂടെ ഭാര്യ ഉണ്ടോ, മക്കളുണ്ടോ? ഇല്ല. ഭാര്യന്റെ സമയത്ത് നിസ്കരിക്കും, നിസ്കരിക്കാതിരിക്കും. മക്കളുടെ സമയത്ത് നിസ്കരിക്കാതിരിക്കും. ഇങ്ങനത്തെ ഒരു കുടുംബമല്ല. വാപ്പ ഇമാമം നിന്നിട്ട് ഭാര്യയും മക്കളൊക്കെ ഒന്നിച്ച് നിന്നിട്ട് നിസ്കരിക്കുന്നൊരു സമാധാനപൂർണമായൊരു കുടുംബം. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അതാണ് ഇസ്ലാമികമായ കുടുംബം, അതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്ന കുടുംബ സംവിധാനം. അതങ്ങനെ തന്നെ കൊണ്ടുവരാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, അതിലേറ്റവും പ്രധാനപ്പെട്ട പാട്ടെന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തെ കൂടെ ആദർശരംഗത്ത് കൂടെ നിർത്തുക എന്ന മാതൃകാപരമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമീപനമാണ്. നമ്മളും അത്തരമൊരു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് മാതൃക പിൻപറ്റാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് പോലും തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തെ കൂടെ നന്മയുടെ വിഷയത്തിൽ ചേർത്ത് നിർത്തുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഇന്നെനിക്കൊരു അതിഥിയുണ്ട്, ഈ അതിഥിയെ ആര് സൽക്കരിക്കും? അങ്ങനെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ സൽക്കരിച്ചോളാം. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അതിഥിയുമായി വീട്ടിലെത്തി. ഭാര്യന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഭാര്യ പറഞ്ഞു, എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള കുറച്ച് ഭക്ഷണമുണ്ട്, അതല്ലാതെ വേറൊന്നുമില്ല. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഭാര്യനെ വിളിച്ചിട്ട് പറയാണ്, മക്കളെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവരെ ഉറക്കണം, എന്നിട്ട് ഈ ഭക്ഷണം അതിഥിയുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം. അതിഥി ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കും, നിങ്ങൾ കഴിക്കുന്നില്ലെന്ന് ചോദിക്കും. ആ സമയത്ത് വിളക്കണക്കണം, വിളക്കെന്ത് ചെയ്യണം? മണക്കണം. അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു.
അതിഥി ഭക്ഷണപാത്രത്തിലേക്ക് കൈയിട്ടു. ആതിഥേയനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഭാര്യ എന്ത് ചെയ്ത് വിളക്കണിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അബൂ തൽഹത്തുൽ അൻസാരി ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അബൂ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അള്ളാന്റെ റസൂൽ അബൂ തൽഹയെ കണ്ടപ്പോൾ പറഞ്ഞു, ഖദ് അജിബല്ലാഹ് മിൻ സനീഇകുമാ ബിളൈഫികുമൽ ലൈല. ഇന്നലെ രാത്രി നിങ്ങളുടെ അതിഥികളോട് നിങ്ങൾ കാണിച്ച ആതിഥ്യ മര്യാദ കണ്ട് ഏകനായ സർവാധിനാഥനായ റബ്ബ് വരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ നോക്കണം, ആ വീട്ടിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ തന്റെ കുടുംബത്തെ കൂടെ ചേർത്ത് നിർത്തി കുടുംബം സഹകരിച്ചു കൊടുത്തു. എത്ര മനോഹരമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിന്റെ ആദ്യാക്ഷരങ്ങൾ കേടിച്ച് പേടിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോ ചോദിക്കുകയാണ്, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടണം ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടണം ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വന്നിട്ട് പുതപ്പിട്ട് മൂടി. ചോദിച്ചു, റസൂലേ എന്താ സംഭവിച്ചത്? നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നൊരു വാചകമുണ്ട്, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവടിയുകയില്ല. അങ്ങ് പാവങ്ങളെ സംരക്ഷിച്ചവനാണ്, അങ്ങ് യതീമുകളുടെ സംരക്ഷകനാണ്, അങ്ങ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് താങ്ങും തണലുമായവരാണ്, അങ്ങ് സത്യം മാത്രം പറയുന്നവരാണ്. അതുകൊണ്ട് പടച്ചോ ഒരിക്കലും നിങ്ങളെ കൈവടിയില്ല. ഇവിടെ നോക്ക്, മനസ്സംഘർഷവുമായി കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മനസ്സിലേക്ക് സമാധാനത്തിന്റെ കുളിർമഴയായി ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പെയ്തിറങ്ങുന്ന ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. അതെന്തുകൊണ്ടാ? ദീനിന്റെ വിഷയത്തിൽ, ധാർമ്മികതയുടെ വിഷയത്തിൽ തന്റെ ഭാര്യയെ കൂടെ ചേർത്ത് നിർത്തിയപ്പോൾ, നന്മയുടെ വഴിയിലേക്ക് അവരെ കൂടെ കൊണ്ടുവന്നപ്പോൾ അവരും തന്റെ കുടുംബജീവിതത്തിൽ ഏറ്റവും സമാധാനവും സംതൃപ്തിയും പകർന്നു തരുന്നവരായി മാറിയ ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തെ കൂടെ ആദർശത്തിന്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ, സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കൃത്യമായ പ്ലാനിങ്ങും പരിശ്രമവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉപ്പമാരെ, ഗൃഹനാഥന്മാരെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുന്നോട്ട് പോകാൻ, സത്യത്തിന്റെ പാന്താവ് സ്വീകരിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നൊരു പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരനുഭവിച്ചൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗം വന്നതാണ്. അത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറി, രണ്ടാമത് വീണ്ടും തൊണ്ടയിലാണ് ക്യാൻസർ വന്നത്. കീമോ ചെയ്യുന്നതിനിടയിൽ അതിന്റെ സൈഡ് എഫക്ഷൻ വന്നിട്ട് ഈ അന്നനാളം ചുരുങ്ങിപ്പോയി. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നല്ല, ഭക്ഷണം ഒരു കഞ്ഞി, നമ്മൾ കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ രോഗികൾക്ക് കൊടുക്കുന്നത്, ആ കഞ്ഞി ജ്യൂസ് അടിച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ശരിക്കും ആ ഒരു ഗ്ലാസ് കഞ്ഞി കുടിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്നറിയോ, നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞാൽ, പടച്ചോൻ സംവിധാനിച്ച ഏതെങ്കിലും ഒരു അവയവത്തിനൊരു മൈന്യൂട്ട് പ്രശ്നം വരുമ്പോഴത്തേക്ക്, ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എത്രയാണെന്നറിയോ? അവർ പറയാണ്, എനിക്ക് നന്നായിട്ട് വിശക്കുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു മേജർ സർജറിയാണ് ഇനി വേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ശനിയാഴ്ച നാളെ നടക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ പടച്ചോൻ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ സഹോദരിക്ക് ഏറ്റവും ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അനുഭവിക്കുന്ന പ്രയാസത്തിൽ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുൻഗാമികളുടെ സത്യത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക്, ആ നാടിന് അള്ളാഹു ഇസ്സത്തും ഖുവ്വത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുദ്സ് വിജയിക്കാനുള്ള ഇസ്സത്ത്, ഖുവ്വത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും അള്ളാഹു സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. നാളെ പരലോകത്ത് മക്കൾ മുഖേന അഭിമാന പുരസ്കരം സ്വർഗത്തിന്റെ ഉടയാടകളും സ്വർഗത്തിന്റെ കിരീടവും ധരിപ്പിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ സ്വർഗത്തിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കരളിന്റെ കഷ്ണമായ പ്രവാചകന്റെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.